എംഎൽഎമാരുടെ കൂടുമാറ്റം തടയാൻ പാടുപെടുന്ന കെ.സി.ആറിന്റെ നേതൃത്വത്തിലുള്ള ബി.ആർ.എസിന് വീണ്ടും വൻ ഞെട്ടലാണ്. ഇപ്പോൾ പാർട്ടി വിട്ടിരിക്കുന്നത് എം.എൽ.എ അല്ല, എം.പി തന്നെയാണ് പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത്. ബി.ആർ.എസിന്റെ രാജ്യസഭാ എം.പി കെ കേശവ റാവു കഴിഞ്ഞ ദിവസം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ ഡൽഹിയിലെ വസതിയിലെത്തിയാണ് കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെയും മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെയും സാന്നിധ്യത്തിൽ അദ്ദേഹം ഖാർഗെയെ കണ്ടാണ് അംഗത്വം സ്വീകരിച്ചത്. പ്രിയങ്ക ഗാന്ധിയുമായി ചർച്ച നടത്തുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ കോൺഗ്രസിൽ ചേരാൻ തയ്യാറായത് എന്നാണ് കേശവ റാവു പറയുന്നത്. 2 മാസക്കാലമായി ബി.ആർ.എസ് നേതൃത്വവുമായി അകന്നു നിൽക്കുന്ന കേശവ റാവു കോൺഗ്രസിലേക്ക് ചേരാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയായിരുന്നു. തുടർന്നാണ് പ്രിയങ്ക ഗാന്ധിയുമായി ചർച്ച നടത്തുന്നതെന്നും പ്രിയങ്ക അതിന് വഴിയൊരുക്കിയതും. 2013 തെലങ്കാന സംസ്ഥാന വിഷയത്തിൽ ടി.ആർ.എസിനൊപ്പം നിരോധിപ്പിച്ച നേതാവാണ് കേശവ റാവു. അതുവരെ കോൺഗ്രസ് നേതാവായിരുന്നു അദ്ദേഹം. എങ്കിലും കഴിഞ്ഞ 11 വർഷക്കാലമായി ബി.ആർ.എസിന്റെ മുതിർന്ന നേതാവായി തിളങ്ങി നിൽക്കുകയായിരുന്നു കേശവ റാവു. തെലങ്കാന രൂപീകരിച്ചതിനു ശേഷം തുടർച്ചയായി 2 തവണ, അതായത് 2014 2020 രാജ്യസഭാ എം.പി ആണ് അദ്ദേഹം. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ നിരവധി ബി.ആർ.എസ് നേതാക്കൾ പാർട്ടി വിട്ട് തെലങ്കാനയിലെ ഭരണകക്ഷിയായ കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നിരുന്നു. സഞ്ജയ് കുമാർ, നിയമസഭാ സ്പീക്കറായിരുന്ന പോച്ചാരം ശ്രീനിവാസ് റെഡ്ഡി, രഞ്ജിത്ത് റെഡ്ഡി, ദാനം നാഗേന്ദർ, കടിയം ശ്രീഹരി, കടിയം കാവ്യ എന്നിവരൊക്കെ ബി.ആർ.എസ് വിട്ട് കോൺഗ്രസ് ചേർന്നവരാണ്. ഇപ്പോൾ കോൺഗ്രസിലേക്ക് കടന്നു വന്ന കേശവ റാവു പറഞ്ഞത് മരണം വരെ താൻ കോൺഗ്രസിൽ തന്നെ തുടരുമെന്നതാണ്. കോൺഗ്രസ് സ്വന്തം വീട് പോലെയാണ്. തീർത്ഥാടനത്തിന് പോകുന്നവർ തിരിച്ച് വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരും. താനും തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. 53 വർഷക്കാലമായി താൻ കോൺഗ്രസിൽ പ്രവർത്തിച്ചു. താൻ ബി.ആർ.എസിൽ 10 വർഷം മാത്രമേ പ്രവർത്തിച്ചുള്ളൂ എന്നതാണ് അദ്ദേഹം കോൺഗ്രസിൽ തിരിച്ചു വന്നുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്.